ഇന്ന് നമുക്ക് കിട്ടിയിട്ടുള്ള സെറ്റ് എന്ന് പറയുന്നുള്ളത് ഒരു വാട്ടർ ഡാമേജ് സെറ്റാണ്. കംപ്ലൈൻറ്റ് എന്ന് പറയുന്നുള്ളത് ടെമ്പറേച്ചർ മെസ്സേജ് ആണ്. ഇവിടെ ചെക്ക് ചെയ്ത് നോക്കുന്ന സമയത്ത് ഉപ്പുവെള്ളമായതുകൊണ്ട് തന്നെ നമ്മൾ കോമ്പോണൻസ് ജസ്റ്റ് ക്ലീൻ ചെയ്യുന്ന സമയത്ത് തന്നെ പ്രിൻ്റ് അടക്കം പോയി. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു ഓപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 2 കോമ്പോണൻസാണ് ഇതിൻ്റെ അകത്ത് മിസ്സായിട്ടുള്ളത്. നമ്മളെങ്ങനെയാണ് ചെയ്യുന്നതിനുള്ളത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഈ ഒരു ക്ലാസ്സിനകത്ത് ഫുള്ളായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. വീഡിയോ ഫുള്ളായിട്ട് കണ്ടാൽ മതി, അപ്പോൾ മനസ്സിലാവും. ഓക്കെ, ഇവിടെ റെസിസ്റ്റർ ഉണ്ടാവും. ഇത് കണക്റ്റഡ് ആണ് കേട്ടോ. ഈ പോയിന്റ് കണക്റ്റാണ്. ഈ ഭാഗത്ത് 1.8 വോൾട്ടേജ് വരും. ഇവിടെ തെർമിസ്റ്റർ ഉണ്ടാവും. ഈ തെർമിസ്റ്ററിൻ്റെ ഈ ഭാഗം ഗ്രൗണ്ടാണ്. ഈ ലൈന് കണക്റ്റഡ് ആണ്. അപ്പോൾ ഈ 2 റെസിസ്റ്റർ കൂടിയിട്ട് ഇത് രണ്ടും ഡിവൈഡ് ചെയ്യും. ഡിവൈഡ് ചെയ്യുന്നുള്ളത് നമ്മളെ ഇക്വേഷൻ എങ്ങനെയാ? R2 ഡിവൈഡ് ബൈ R1 പ്ലസ് R2 ഇൻറ്റു Vin. ഇക്വേഷൻ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര, ഇപ്പോൾ ഏറ്റവും കൂടുതൽ തെർമിസ്റ്റർ വരുന്നുള്ളതിൻ്റെ വാല്യൂ എത്രയാ? 100 ആയിരിക്കും അല്ല. 100 ഇപ്പോൾ ഇത് രണ്ടും 100 ആണെങ്കിൽ 100 ഡിവൈഡ് ബൈ നമ്മളായിരിക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നുള്ളത് 200 പ്ലസ് 1.8 അല്ല. വോൾട്ടേജ് കിട്ടുമ്പോൾ നമുക്ക് 0.9 അല്ലെങ്കിൽ 0.5 ഇതിൻ്റെ ഇടയിലുള്ള ഒരു വോൾട്ടേജ് ആയിരിക്കും കിട്ടുന്നത് അല്ല. ഈ വോൾട്ടേജ് വരണം. അപ്പോൾ ഇത് വരാൻ വേണ്ടിയിട്ട് എന്തില്ല? 2 കോമ്പോണൻസ് ഇല്ല. അപ്പോൾ നമ്മൾ 2 കോമ്പോണൻസ് വെക്കണം. 2 കോമ്പോണൻസ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രശ്നം സോൾവ്. അപ്പോൾ ഫുള്ളായിട്ട് ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സാധനം കണ്ടുപിടിക്കാൻ പറ്റും. ഇല്ലെങ്കിൽ എന്തെല്ലാം ചേട്ടായിരുന്നു? സബ്ബോർഡ് മാറട്ടായിരുന്നു. ഇപ്പോൾ സബ്ബോർഡ് മാറുമ്പോൾ തന്നെ റെഡി ആവും. കാരണം സബ്ബോർഡിലാണല്ലോ ഇത് വരുന്നത്. ചില മോഡലൊക്കെ സബ്ബോർഡിനകത്ത് ഇത് വരുന്നില്ല. ഞാൻ കുറേ സാധനം കിട്ടിയിട്ടുണ്ട്. സബ്ബോർഡിൽ തെർമിസ്റ്റർ ഉണ്ടാകുന്നില്ല. OG-ലുണ്ടാവും, കോപ്പിയിലുണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഈ പ്രശ്നം അത് റിപ്പീറ്റ് വരും. അപ്പോൾ ഇതെന്ത് ചെയ്താൽ മതി? നമ്മളെ കയ്യിലുള്ള ബോർഡ് എടുത്തിട്ട് ഒരു തെർമിസ്റ്ററും ഒരു റെസിസ്റ്ററും വേണമെങ്കിൽ നമുക്ക് ഇടത്തേക്ക് എന്തിട്ട് കൊടുക്കുക. കാരണം ഈ സൈസിൽ നമുക്ക് റെസിസ്റ്റർ കിട്ടാൻ കുറച്ച് പാടായിരിക്കും. റെസിസ്റ്ററും കൂടി കിട്ടുന്നുണ്ടെങ്കിൽ ഇത് 2 റെസിസ്റ്റർ തന്നെ. ഈ R1 എന്ന് പറയുന്നത് റെസിസ്റ്റർ തന്നെയാണ്. R2 എന്ന് പറയുന്നത് റെസിസ്റ്റർ തന്നെയാണ്.